നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫുഡ് റിലേറ്റഡ് ഒരു വീഡിയോ ആട്ടോ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മുടെ ചാനൽ പാതിട്ട് കണ്ടോ എനിക്ക് ആൾക്കാർ നിനക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് മസാല പുരട്ടി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഫ്ലേവറിന് വേണ്ടി മാത്രമല്ല, എന്തെങ്കിലും വിഷാംശം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി കൂടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 1.25 ടീസ്പൂൺ മസാലപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി 1 ടീസ്പൂൺ വിനാഗിരി. അങ്ങനെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ മസാല പിടിക്കാൻ. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. നമുക്കപ്പോൾ കുറേശ്ശായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് ഓവർ കുക്ക്ഡ് ആകരുത്, നല്ലോണം ഫ്രൈ ആകണ്ട. നമ്മളൊരു മീഡിയം സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു ഹാഫ് കുക്ക്ഡ് രീതിയിൽ നമ്മൾ പതുക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് ഏകദേശം കുറച്ച് നേരമായി. അപ്പോൾ നമുക്ക് പതുക്കെ ഇത് വൺ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ സൈഡ് കൂടെ ഒന്ന് പതുക്കെ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാകാനായിട്ട് ഓവറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി ഒരു ഹാഫ് കുക്ക്ഡ് രീതിയിലേക്ക് മാറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഇവിടെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം കേട്ടോ. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നമ്മൾ ഓവർ ഫ്രൈ ആയിട്ടൊന്നുമല്ല എടുത്തേക്കുന്നത്. നമ്മൾ ഒരു ഹാഫ് കുക്ക്ഡ് രീതിയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിക്ക് തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നമുക്കൊന്ന് പതുക്കെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം മാറും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം വാടി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങും വരെ നമുക്കൊന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലേ നമ്മൾ കുക്ക് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി കുറച്ച് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 സവോളയാണ് എടുത്തേക്കുന്നത്. അതും ചോപ്പിടി രീതിയിൽ ഇതേപോലെ സ്ക്വയർ രീതിയിലാണ് അരിഞ്ഞെടുത്തത്. നിങ്ങൾക്ക് മറ്റേ രീതിയിൽ അരിയണമെങ്കിൽ അങ്ങനെ അരിയാം, പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പതുക്കെ വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ നിറാകും വരെ നമുക്ക് നല്ലോണം ഒന്ന് സവോള വാട്ടിയെടുക്കണം. അപ്പോൾ ഇതേപോലെ സവോള കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പച്ചമുളകും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തക്കാളി ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കണം. അതായത് നമുക്കിതിൻ്റെ ഒരു പച്ചമണം മാറും വരെ, ഈ സവോളയുടെയും പച്ചമുളക് അതുപോലെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത തക്കാളിയുടെയൊക്കെ പച്ചമണം മാറും വരെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഈ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ മാറ്റുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി, ഓവറായിട്ട് ചേർക്കരുത്. നമുക്കൊരു കുഴമ്പ് രീതിയിൽ കിട്ടണം കേട്ടോ അവസാനം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ചെമ്മീൻ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മസാല കൂട്ടി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലപോലെ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് ഏകദേശം ഒന്ന് കുക്കായി കിട്ടുന്നതായിരിക്കും. നമ്മളിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം എന്താ അവസ്ഥയെന്ന് നോക്കാം. ഏകദേശം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ നമ്മുടെ ആ ചെമ്മീനിൽ മസാലയൊക്കെ പിടിച്ച് ഒരുപാട് ഡ്രൈ അല്ലെങ്കിലും ചെറിയൊരു ഡ്രൈ ആയ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനി വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. സംഭവം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. നല്ലൊരു മസാലയുടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ഇനി പതുക്കെ കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ തനി നാടൻ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്, അതായത് അതിന് നാടൻ സെറ്റപ്പിൽ നമ്മൾ ഉണ്ടാക്കിയ ചെമ്മീൻ റോസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാണ്ട് റൈസിലുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.